Hello everyone, Technique Malayalam channel സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Huaweiന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ Nova 3 ആണ്. അപ്പോൾ Huawei Nova 3 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 34,999 രൂപയാണ്, അതായത് 35,000 റുപ്പീസാണ് പ്രൈസിങ്. അപ്പോൾ Huawei എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മൾ അറിയാം, ഇന്ത്യയിൽ കുറച്ചും കൂടെ അഗ്രസീവായി സ്മാർട്ട് ഫോൺസ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ P20 Pro നമ്മൾ അൺബോക്സ് ചെയ്തായിരുന്നു, അതുകൊണ്ട് കൂടാതെ തന്നെ P20 Lite ഇറക്കിയായിരുന്നു. ഇപ്പോൾ രണ്ട് സ്മാർട്ട് ഫോണാണ് ഇന്ത്യയിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത്, Nova 3i Nova 3 അപ്പോൾ Nova 3 35,000, Nova 3i 21,000 പ്രൈസിങ്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Nova 3 ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് Nova 3ൻ്റെ ബോക്സ് പാക്കാണ്. അപ്പോൾ ഇതിൽ 6GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. പിന്നെ ഇത് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആണ്, ഐറിസ് പേർപ്പിളും ബ്ലാക്ക് കളറുമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് ഐറിസ് പേർപ്പിൾ വേരിയൻ്റ് ആണ്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്തിട്ട് ഈ സ്മാർട്ട് ഫോണിൻ്റെ ഫീച്ചേഴ്സും ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത്, ക്യാമറ സാമ്പിൾസും നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുറക്കാം. അപ്പോൾ ഫോൺ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് Nova 3 ആണ്. അപ്പോൾ Nova 3ൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലുക്സാണ്. നിങ്ങൾക്ക് കാണാം, ഐറിസ് പേർപ്പിൾ എന്ന് പറഞ്ഞ കളറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതൊരു ഗ്രേഡിയൻ കളറാണ്, ബ്ലൂവും പേർപ്പിളിൻ്റെയും കൂടെ ഒരു ഗ്രേഡിയൻ കളറാണ്. ഇത് P20 Proയിലുള്ള മാതിരി തന്നെയാണ് ഇതിലും വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്, പിന്നെ ഡുവൽ ക്യാമറയാണ്, AI ക്യാമറാസാണ്, 24 മെഗാപിക്സൽ മോണോക്രോം സെൻസറും 16 മെഗാപിക്സൽ RGB സെൻസറുമാണ് വരുന്നത്. രണ്ടും f.1.8 അപ്പർച്ചറാണ് വരുന്നത്. AI ക്യാമറാസാണ്. ഫ്രണ്ട് പാനലിലാണെങ്കിൽ ഒരു 24 മെഗാപിക്സൽ ക്യാമറയാണ് വരുന്നത്. സെക്കൻഡറി 2 മെഗാപിക്സൽ ക്യാമറയാണ് സെൽഫീസിന് വരുന്നത്. ഇതിലും AI ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു 6.3 ഇഞ്ച് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ പവർ ആൻഡ് വോളിയം കീസ് റൈറ്റ് സൈഡിൽ കാണാം. താഴത്തെ പാനലിൽ 3.5mm ഓഡിയോ ജാക്കും USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ്. ലെഫ്റ്റ് സൈഡിലാണെങ്കിലോ ഇതാണ് വരുന്നത്, സിം ട്രേ ആണ് വരുന്നത്. ഇതൊരു ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് വരുന്നത്. അതാണ് ഡിസൈൻ ആസ്പെക്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഫോണൊന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സിം ട്രേ ആണ്, സിം ഇജക്റ്റർ പിന്നാണ്. പിന്നെ ഒരു ബാക്ക് കേസ് ഇൻക്ലൂഡറാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ക്വിക്ക് ചാർജിങ് അഡാപ്റ്ററാണ്. ഇത് 9V 2A, അതായത് 18V ചാർജിങ് ഉള്ള ഒരു അഡാപ്റ്ററാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് വരുന്നത് USB Type-C കേബിളാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഓണറിൻ്റെ Nova 3 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇതിൽ വരുന്നത് 6.3 ഇഞ്ച് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 19.5:9 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലൊരു ക്വാളിറ്റിയാണ്, ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. പിന്നെ നോച്ച് ഇൻക്ലൂഡഡ് ആണ്. നോച്ചിനകത്താണ് ക്യാമറ, ഡ്യുവൽ ക്യാമറ സെറ്റപ്പും പിന്നെ സ്പീക്കർ യൂണിറ്റ് സെൻസേഴ്സും കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്ക് ക്യാമറ നേരത്തെ പറഞ്ഞ പോലെ ഡ്യുവൽ ക്യാമറയാണ്, 24ഉം 16 മെഗാപിക്സൽ ഷൂട്ടറുമാണ് വരുന്നത്. 4 ക്യാമറാസിലും AI ഇൻക്ലൂഡഡ് ആണ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചർ ഈ 4 ക്യാമറാസിലും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് EMUI 8.2 ആണ് വരുന്നത്, അതാണ് ലേറ്റസ്റ്റ് വേർഷൻ. ആൻഡ്രോയിഡ് 8.1 ഒറിയോ ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് 128GB സ്റ്റോറേജും 6GB റാമുമാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2340x1080p റെസൊല്യൂഷനാണ് സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ ഇൻ്റർഫേസ് നോക്കാം. ഇതിൽ വരുന്നത് ഒരു 16 മെഗാപിക്സൽ പ്രൈമറി, 24 മെഗാപിക്സൽ ഷൂട്ടറുമാണ്. ക്യാമറ ഇൻ്റർഫേസിൽ കാര്യമായ മാറ്റമൊന്നുമില്ല. നമ്മൾ P20 Proൻ്റെ ഇൻ്റർഫേസ് അല്ലെങ്കിൽ അൺബോക്സിങ് ചെയ്തപ്പോൾ കാണിച്ച അതേ ഇൻ്റർഫേസ് തന്നെയാണ് വരുന്നത്. വൈഡ് അപ്പർച്ചർ മോഡും പോർട്രേറ്റ് മോഡും വീഡിയോ മോഡും എല്ലാം ഉണ്ട്. പിന്നെ ഇതിനകത്ത് AI മോഡ് ഇൻക്ലൂഡഡ് ആണ്. AI മോഡിൽ നമുക്ക് ക്യാമറ ഓട്ടോമാറ്റിക്കലി സീൻ മോഡ്സ് ഡിറ്റക്ട് ചെയ്ത് അതിനനുസരിച്ച് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ക്യാമറ ഇൻ്റർഫേസ്. ഇനി നമുക്ക് ഇതിനടുത്ത് കുറച്ച് ക്യാമറ സാമ്പിൾസ് നോക്കാം. ഡീറ്റെയിൽഡ് ആയ ക്യാമറ റിവ്യൂ നമ്മൾ ഫോണിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ പറയുന്നതാണ്. പിന്നെ ഈ ഫോണിൽ വരുന്നത് 3750 mAh ബാറ്ററിയാണ്, നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 1 ഡേയുടെ മുകളിൽ നിങ്ങൾക്ക് ബാറ്ററി പെർഫോമൻസ് കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാറ്ററിയെക്കുറിച്ചും വിശദമായി പറയുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു Nova 3ൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓണും. അപ്പോൾ ഓവറോൾ നല്ലൊരു ക്വാളിറ്റി ഫോണാണ്. ഗ്ലാസ് ഫിനിഷും ബാക്ക് പാനലിലെ ഈ ഐറിസ് പേർപ്പിൾ കളറും നല്ലൊരു ഫിനിഷും ലുക്ക് ആൻഡ് ഫീലും തരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ക്യാമറയിലും നല്ലൊരു ക്യാമറ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. 34,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ്. അപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ OnePlus 6ഉം Asusൻ്റെ Zenfone 5C എല്ലാം ആണ് ഇതിൻ്റെ കോമ്പറ്റീറ്റീവ് സ്മാർട്ട് ഫോൺ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഈ ഫോൺ അവൈലബിൾ ആവുന്ന ആമസോണിലാണ്. ഇത് ആമസോൺ എക്സ്ക്ലൂസീവ് സ്മാർട്ട് ഫോണാണ്. 35,000 ആമസോണിൽ ഓഗസ്റ്റിൽ അവൈലബിൾ ആണ്.
അപ്പോൾ ഇതായിരുന്നു നോവ 3ൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓണും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.